അപ്പോൾ ഒരുപാട് നമസ്തേ. ഈ രാവിലെ നല്ല മഴയുള്ള ഒരു ദിവസം, മഴ പെയ്യുന്നില്ലെങ്കിലും നല്ല മഴക്കാറുണ്ട്. പക്ഷേ എന്ത് കാര്യത്തിനും വരുമ്പോഴേ നമ്മൾ വീട്ടിൽ ഇത് ഇറങ്ങി പോകുമ്പോഴും വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുമ്പോഴാണ് അത് കൂടുതൽ പഴമക്കാർ പറഞ്ഞിട്ടുള്ളത്. മഴ പെയ്യുന്നത് നല്ലതാന്ന് പറയും. എത്ര കണ്ട് ശരിയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, എന്നാലും മഴ പെയ്യുന്നത് നല്ലതാണെന്ന് ഞാൻ അങ്ങനെ കേട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു അശുദ്ധമായിട്ടുള്ളതെല്ലാം നമ്മുടെ ദേഹത്തു നിന്ന് അങ്ങ് പോവും നനയുമ്പോൾ എന്നുള്ളതാണ് അതിൽ നിന്ന് അർത്ഥം വെക്കുന്നതെന്ന് തോന്നുന്നു. അപ്പം ഞാൻ ഒരുപാട് ദിവസങ്ങളായിട്ട് വളരെയധികം ആഗ്രഹിക്കുന്ന ഒരു സംഭവമാണ് ഇന്ന് ഇവിടെ എനിക്ക് സംഭവിച്ചിരിക്കുന്നത്. നാഗയെ കാണുക. എനിക്കാണെങ്കിൽ ഞാൻ നല്ലൊരു സീനിയർ സിറ്റിസനാണ്. അപ്പം ഇനി എത്ര കാലം നമുക്ക് ഭൂമിയിലുണ്ടെന്നുള്ളത് നമുക്കറിയാം. എല്ലാവരുടെ അവസ്ഥ അതാണ്. എന്നാലും മരണവും രോഗവും നമ്മുടെ കൂടപ്പിറപ്പാണ് അല്ലേ? ഈ രണ്ട് കാര്യം നമുക്ക് നിർവചിക്കാൻ പറ്റാത്ത രണ്ട് കാര്യമാണ്. രോഗം വരുന്നത് എപ്പോഴാണെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. മരണം എപ്പോഴാണെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അപ്പം അതിനു മുമ്പ് ചില ആഗ്രഹങ്ങൾ, എപ്പോഴും മരിക്കാം, അപ്പോൾ ചില ആഗ്രഹങ്ങൾ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ നടക്കൂ എന്ന് വിചാരിച്ചിട്ടുള്ളൊരു കാര്യമാണ് നാഗയെ കാണുന്നുള്ളത്. അപ്പോൾ ഒരു നിമിത്തമായി നമ്മുടെ എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട എൻ്റെ മോനെ പോലെ ഞാൻ സ്നേഹിക്കുന്ന ഡോക്ടർ അഭിജിത്ത് വഴിയാണ് ഞാനിവിടെ വരാനിടയായത്. അല്ലെങ്കിൽ എനിക്ക് സത്യം പറഞ്ഞാൽ ഈ പരിസരത്ത് ഞാൻ വന്നിട്ടില്ല, ഇങ്ങനെ ഒരു വഴി കൂടെ വന്നിട്ടില്ല. വളരെ അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. വരില്ല എന്നല്ല. ഇപ്പോൾ ശബരിമലയിൽ പോകുന്നു. ഒരു കാലത്ത് ശബരിമലയിൽ പോകുന്നത് ഭയങ്കര ദുരിതമായിരുന്നു. എൻ്റെ അച്ഛൻ 18 വർഷം ശബരിമലയിൽ പോയിട്ടുണ്ടെന്ന് പറയും. ഞങ്ങളൊക്കെ ജനിച്ചു മുതലേ തന്നെ അച്ഛൻ 18 വർഷം. അപ്പോൾ അന്നത്തെ വഴിയൊന്നും അല്ല ഇന്ന് ശബരിമലയിൽ. അങ്ങ് അറ്റം വരെ വണ്ടിയൊക്കെ പോകും. പക്ഷെ എനിക്കിപ്പോൾ ഈ നടന്നു വന്നപ്പോൾ പണ്ടത്തെ ഒരു ശബരിമലയിൽ പോയിട്ടുള്ള ഒരു യാത്ര അച്ഛൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അങ്ങനെ തോന്നി. എന്നാലും വേണ്ടില്ല, നമ്മൾ ഇഷ്ടപ്പെടുന്ന ആഗ്രഹിക്കുന്ന ഒരാളെടുത്തല്ലേ വരുന്നേ. ഒന്നും സംഭവിക്കില്ല. എനിക്ക് ഒന്നും സംഭവിക്കില്ല എന്ന് പറയാൻ കാര്യം, കുറച്ചായി നടന്നിട്ടൊക്കെ, നടക്കാറില്ല. സിറ്റിയിലാണ്, അവിടെ ട്രിവാൻഡ്രത്ത് സിറ്റിയിലാണ്. അപ്പോൾ എവിടെ പോകുമ്പോഴും വണ്ടിയിൽ പോവും, വണ്ടിയില്ലെങ്കിൽ ഓട്ടോയിൽ പോവും, ചിലപ്പോൾ കാളവണ്ടിയിലും പോകാൻ മടിയൊന്നുമില്ല, പോവും. നമ്മൾ വന്ന വഴി മറക്കരുന്ന് എപ്പോഴും പറയുമല്ലോ എല്ലാവരും. അങ്ങനെ അതൊന്നുമില്ല, എല്ലാ വണ്ടിയിലും സഹകരിച്ച് പോവും. അതേപോലെ നടക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷെ ഇങ്ങനത്തെ വഴി വരുമ്പോൾ നമ്മൾ കുറച്ച് സൂക്ഷിച്ച് നടക്കണം. അവരുടെ കൈയൊക്കെ പിടിച്ചാൽ ഞാൻ ഇങ്ങോട്ട് വന്നത്. എന്നാലും ആഗ്രഹം നടന്നില്ലേ അല്ലേ? അപ്പോൾ സോഷ്യൽ മീഡിയയിൽ നാഗങ്ങനെ വെട്ടിത്തിളങ്ങി നിൽക്കുകയാണ് എന്നേ ഞാൻ പറയുള്ളൂ. അപ്പോൾ എൻ്റെ അടുത്ത് ഇപ്പോൾ ഇതിപ്പോൾ പുറത്തോട്ട് പോകുമ്പോൾ എല്ലാവരും ചോദിക്കുമായിരിക്കും ചിലപ്പോഴും. അതായത് ടീച്ചർ ഇപ്പോൾ നാഗയെ കാണാൻ പോയി എന്തിനാന്ന് ഒരാളെങ്കിലും ചോദിക്കാതിരിക്കില്ല, എന്നോട് ചോദിക്കും. അപ്പം ഞാൻ പറയാൻ പോണത്, അല്ലെങ്കിൽ എൻ്റെ മനസ്സിലുള്ളത്, എൻ്റെ സ്വഭാവമായിട്ട് എനിക്ക് തോന്നി നാഗ. എൻ്റെ സ്വഭാവം ഇങ്ങനെയാണ്. ഉരുളയ്ക്ക് ഉപ്പേരി കൊടുക്കുക എന്ന് നമ്മൾ പഴമക്കാർ പറയും. അങ്ങനെ കൊടുത്തിരിക്കും. അപ്പോൾ ഓരോരുത്തർ പറയണേ, അതെന്തിനാ ഇങ്ങനെ, അവരുടെ അടുത്ത് എന്തിനാ ഇങ്ങനെ സംസാരിച്ചേ? ഇങ്ങോട്ട് വരുന്ന അനുസരിച്ച് അങ്ങോട്ട് കൊടുത്തിരിക്കും, കൊടുക്കണ്ടേ? അതുപോലെ കൊടുക്കുന്ന ഒരാളായിട്ട് എനിക്ക് നാഗയെ തോന്നി. എന്നുവെച്ചാൽ നാഗ ക്വസ്റ്റ്യൻ അതിനകത്ത് നാഗയുടെ പേജിൽ വരുന്നത് നാഗ പറയുന്നുണ്ട്, എന്നിട്ടാണ് റിപ്ലൈ കൊടുക്കുന്നത്. അപ്പം അത് 100-ൽ എനിക്ക് തോന്നുന്നു കുറേ പേര്, ചിലർ ഈ ഞാൻ പറഞ്ഞില്ലേ ഞരമ്പ് രോഗികൾ കുറേ ഇറങ്ങിയിട്ടുണ്ട്. അവരാണ് ഇരുന്ന് ചൊറിയുന്നത്. ചൊറിയുമ്പോൾ എന്ത് ചെയ്യണം? മാന്തി പൊളിച്ചോണം. അതാ ചെയ്യാവൂ, ശരിയല്ലേ? പണ്ടത്തെ കാലത്ത് പെണ്ണ് കാണാൻ വരുന്നത് കാണലില്ല. അച്ഛനും അമ്മയും പറയുന്ന ചെക്കനെ കെട്ടണു. എൻ്റെ അമ്മയൊക്കെ അങ്ങനെ കെട്ടിയതാ. കതകിൻ്റെ മറയിലിരുന്ന് നിന്നിട്ട് അച്ഛനെ നോക്കിയെന്ന് അമ്മ പറഞ്ഞു കേട്ടിട്ടുള്ളത്. മനസ്സിലായ? എനിക്കിപ്പോൾ 67 വയസ്സ് കഴിഞ്ഞു. അപ്പം എൻ്റെ അമ്മ എന്ന് പറയുമ്പോൾ എത്ര പ്രായം ഉണ്ടാവും? ഞാൻ 4-മത്തതാ വീട്ടിൽ. അപ്പം എൻ്റെ അമ്മ നല്ല പ്രായമില്ലേ? അക്കാലത്ത്
കതകിന്റെ മറയിൽ നിന്നാണ് അച്ഛനെ കണ്ടിട്ടുള്ളത്. അത് അന്നത്തെ പെണ്ണ്. ഇന്നത്തെ പെണ്ണ് അതല്ല. പ്ലെയിൻ ഓടിക്കുന്നു, ഇന്ത്യ ഭരിക്കുന്നു, കേരളം ഭരിക്കുന്നു. പിന്നെന്തെന്നാ, എന്ത് വേണം എല്ലാം പെണ്ണുങ്ങൾ ഇപ്പോൾ ചെയ്യുന്നുണ്ട്. ശരിയല്ലേ? എന്നാകെ അതിന് മറുപടി വല്ലതും പറയാണ്ടോ? ശരിയല്ലേ? ആ, അപ്പോൾ ശരിയല്ലേ എന്ന് വെച്ചാൽ നമ്മൾ ശരിയായിട്ടുള്ള പെണ്ണുങ്ങൾ ചെയ്ത് വരുന്ന ഓരോ കാര്യങ്ങളെ കുറിച്ച് നാഗയ്ക്ക് എന്താ പറയാനുള്ളത്? ഓരോരുത്തരും അവരവർക്ക് ഹിതകരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. അത് ചെയ്യാതിരിക്കരുത്, ചെയ്യണം. ഉം, പറയാതിരിക്കരുത്, പറയണം. ഉം. അതാണ് വേണ്ടത്. പെണ്ണിനെയും കൊണ്ട് ഈ ലോകം നേരായ വിധത്തിൽ കൊണ്ടുപോകാൻ കഴിയുള്ളൂ. പെണ്ണില്ലെങ്കിൽ ഇല്ല, ഈ ഇല്ല. ലോകമില്ല. ആണ്. പെണ്ണ് വീട്ടിലെ വിളക്കാണെന്ന് പറയും. ശരിയല്ലേ? അതും അതെ. പഴമക്കാർ പറയുന്നതാ. ഉം. അതെ. പഴമക്കാർ പറയുന്നതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ എത്ര ആണുങ്ങൾ വീട്ടിലുണ്ടെങ്കിലും ഇവരൊക്കെ പുറത്തേക്ക് പോകുന്നു. പണ്ടത്തെ കാലത്ത് പെണ്ണുങ്ങൾ ജോലിക്ക് പോകാറില്ല, എല്ലാവരും വീട്ടമ്മമാരാണ്. ഇന്ന് അതല്ല. ഇന്ന് പെണ്ണുങ്ങളെല്ലാം ജോലി ചെയ്യുന്നവരാണ്. എന്തെങ്കിലുമൊക്കെ പണിയായിട്ട് അവർക്കുണ്ട്. ഇപ്പം ഈ ആണുങ്ങളെല്ലാം പുറത്തോട്ട്, നമ്മുടെ ആമക്കളും പെൺകുട്ടികളും നമ്മുടെ ഭർത്താക്കന്മാരും ആങ്ങളമാരൊക്കെ പുറത്തേക്ക് പോയി ജോലിയൊക്കെ കഴിഞ്ഞ് അവർ വരുന്നു. വരുമ്പോൾ വീട്ടിനകത്തുള്ളൊരു വിളക്കുണ്ട്. ആരാ? അമ്മ, അല്ലെങ്കിൽ പെങ്ങള്, അല്ലെങ്കിൽ അമ്മൂമ്മ. ഇതിലൊരു ആരുമില്ലാതെ കയറി വരുന്നൊരു വീട് മൂദേവിയാണ്. അതിനെയാണ് എല്ലാവരും വിളക്കായിട്ട് സങ്കല്പിക്കുന്നത്. ആ പെണ്ണിനെ ആ വീട്ടിനകത്ത് അടുക്കളയിൽ ചട്ടിയും കാലം പാത്രങ്ങളൊക്കെ ഒന്ന് ഇളക്കി അനങ്ങി ജോലിയൊക്കെ ചെയ്യുമായിരിക്കും നമ്മൾ. അപ്പോൾ അങ്ങനെയുള്ള ഒരു ജോലികളൊക്കെ ചെയ്ത് അപ്പോഴത്തേക്കും നമ്മൾ ചായ കൊണ്ട് കൊടുക്കുന്നു. അപ്പോഴത്തേക്കും ചേട്ടാ അല്ലെങ്കിൽ അച്ഛ കഴിച്ചോ എന്ന് ചോദിക്കുന്നു. കഴിക്കാൻ വരൂ എന്ന് പറയുന്നു. ഇതിനൊക്കെ ഒരാളില്ലെങ്കിൽ എന്താ കണ്ടേക്കണത്? അതിനല്ലേ ഒരു പെണ്ണ്, അല്ലേ? അതിനെക്കുറിച്ച് നാഗയ്ക്ക് എന്ത് പറയാൻ പറ്റും? എന്ത് പറയാനാ? മറുത്തൊന്നും എനിക്ക് പറയാനില്ല. എല്ലാം ഞാൻ പറഞ്ഞില്ലേ? അല്ല, എനിക്ക് മറുത്തൊന്നും തന്നെ പറയാനില്ല. കാരണം എല്ലാം പറഞ്ഞു വെച്ചല്ലോ. ഞാൻ എന്ത് പറയാനാ? പറയാനുള്ളതെല്ലാം പറഞ്ഞു വെക്കുകയാണ്. ടീച്ചർന്ന് വിളിച്ചോളൂ. ആ, ടീച്ചറാണ് ഞാന്. ഡാൻസ് ടീച്ചർ, നൃത്ത ടീച്ചർ. ടീച്ചർ. അതെ. അപ്പൊ നൃത്ത അധ്യാപിക. അതെ. ടീച്ചർ എന്ന് പറയുമ്പോ ആംഗലേയ ഭാഷ, അതായത് ഇംഗ്ലീഷ്. നൃത്ത അധ്യാപിക. അതെ. അപ്പോഴേ എല്ലാം അങ്ങോട്ട് പറഞ്ഞു തീരുവാണ്. അവിടെ ഞാൻ മൗനിയായി. മൗനിയാവാൻ പാടില്ല. ഞാൻ പറയുന്നതിൽ നിന്ന് എവിടെയെങ്കിലും ഒരു കുളത്തിട്ട് പിടിച്ചോണം. എന്നിട്ട് അല്ല, നമുക്ക് ടോക്കിൽ ഇങ്ങനെ സംസാരിച്ചു വരുമ്പോൾ അതിൽ കയറി അല്ല അപ്പൊ ഇത് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞു തുടങ്ങാം. മനസ്സിലായി? ഇതും അതിന്റെ ഒരു ഭാഗമാണ്. പിന്നെ അല്ലാതെ നമ്മള് കട്ടിയല്ലേ മക്കളെ, അത് വെളിയിലോട്ട് പോണം. ഈ അല്ല നമ്മൾ അങ്ങനെയല്ല നാഗെ. നമ്മള് ഇപ്പൊ ഞാൻ ഡാൻസ് പഠിപ്പിക്കുമ്പോഴേ ഒരു 5-6 കുട്ടികളെ നിർത്തി പഠിപ്പിക്കുമെന്ന് വിചാരിക്കും. അപ്പൊ 5-6 കുട്ടികളും ഒരുപോലെ കളിക്കണം എന്ന് വിചാരിച്ചിട്ടായിരിക്കും നമ്മളൊരു സ്റ്റെപ്പ് പറഞ്ഞു കൊടുക്കുക. ഈ പറഞ്ഞു കൊടുക്കുമ്പോൾ ഒരു കുട്ടി ഇത്തിരി വ്യത്യസ്തമായിട്ട് തെറ്റിച്ച് കളിക്കുന്നതായിരിക്കാം, പക്ഷെ അതിനകത്ത് എന്തോ ഒരു കഴമ്പ് എനിക്ക് കാണും, വ്യത്യസ്തമായിട്ട്. അപ്പൊ എനിക്ക് അത് തോന്നാറുണ്ട്, അങ്ങനെ എടുത്താലും എന്താ അത്? മനസ്സിലായില്ലേ? എന്ന് പറഞ്ഞ പോലെ ഞാൻ സംസാരിക്കുന്നതിൽ നിന്നും നാഗ സംസാരിക്കുന്നതിൽ നിന്നും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഗൈഡുണ്ട്, പഠിക്കാനുണ്ട്. അതെ. ഇപ്പൊ പറഞ്ഞില്ലേ, മറ്റൊരു കുട്ടി തെറ്റിച്ച് കളിക്കുന്നതായിരിക്കും, പക്ഷെ അതായിരിക്കും വ്യത്യസ്തം. അങ്ങനെ കാണുവാനുള്ള ആ ഉൾക്കാഴ്ചയാണ് ഏറ്റവും മനോഹരം. ഇതെനിക്ക് ഒത്തിരി ഇഷ്ടായി ഈ പറച്ചില്. കാരണം അതാണ് യഥാർത്ഥ ഗുരു, നൃത്താധ്യാപിക. മറ്റാരെങ്കിലും ആണെങ്കിലേ അത് അങ്ങനെയല്ല, ഞാൻ പറയുന്നത് പോലെ. പക്ഷെ ഞാനത് ഉൾക്കൊണ്ട് അതിനെ ഞാൻ ഇങ്ങനെ മനസ്സിൽ വെച്ചേക്കും.